ഹലോ, വെൽക്കം ടു മൈ ചാനൽ ടേൽസ് ഓഫ് കലൂസ്. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ചെറിയ യാത്രയ്ക്ക് ഒരുങ്ങിയതാണ് കേട്ടോ. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞേ. കല്ലു 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 നമ്മളെങ്ങടാ പോണേ? എങ്ങോട്ട്? എന്തിനാ പോണേ? എന്തിനാ പോണേ? അതെ, അപ്പോൾ നമ്മുടെ കല്ലൂസ് പറഞ്ഞ പോലെ തന്നെ നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? അമ്മൂസിൻ്റെ അടുത്തേക്ക്, നമ്മുടെ സ്വന്തം വയനാടൻ വ്ലോഗറുടെ സ്വപ്ന ഭവനം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ അവരുടെ ഹൗസ് വാമിംഗ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ റെഡിയായി പോകുക കേട്ടോ. തലേന്നേ ഞങ്ങളോട് എത്താൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തലേന്ന് തന്നെ ഞങ്ങൾ റെഡിയായി. ഇതാ കല്ലൂരിന് ഒറ്റയ്ക്ക് ബാഗ് ഇടണമെന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഇട്ടുകൊണ്ട് നടക്കുക കേട്ടോ. ഞങ്ങൾ തനിച്ചല്ല, ഞങ്ങളുടെ കൂടെയുള്ള അഭിലാഷ് ചേട്ടനും ഫാമിലിയും അവരും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയത്. പോകുന്ന വഴിക്ക് ആൾ നല്ല ഉറക്കമായിട്ടോ, വണ്ടി കിടന്നിട്ട് തന്നെ. അത് കഴിഞ്ഞ് ഞങ്ങൾ നിലമ്പൂർ കനോലി പ്ലോട്ടൊക്കെ എത്തിയപ്പോൾ, അവരുടെ വീട് നിലമ്പൂർ ഇടക്കരയാണല്ലോ പുതിയതുണ്ടാക്കിയത്. അപ്പോൾ കനോലി പ്ലോട്ടൊക്കെ എത്തിയപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പിൻ്റെ വിളി വന്ന്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറുതായിട്ട് സ്നാക്സും ജ്യൂസും ഒക്കെ ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം വിശപ്പടക്കാൻ മാത്രം ഉള്ള ഐറ്റംസ് ഞങ്ങൾ കഴിച്ചിട്ടായിരുന്നു കേട്ടോ പോയത്. അല്ലാതെ ഒരു നിവൃത്തിയില്ലായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ കനോലി പ്ലോട്ടിലൂടെ പോകാൻ. കല്ലൂസും അത് നന്നായിട്ട് തന്നെ ആസ്വദിച്ചിട്ടുണ്ട് കേട്ടോ. അവൾക്കും ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ പലപ്പോഴായി ആ വഴി പോയിട്ടുണ്ടെങ്കിലും ഓരോ തവണ പോകുമ്പോഴും അത് പുതിയത് തന്നെയാണ്. പിന്നെ നമ്മളൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ പെരുന്തയോട് കൂടി പോകരുതെന്നല്ല പറയാറ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കാനായിട്ട് ഞങ്ങളൊരു ഇലക്ട്രോണിക് ഷോപ്പിലും കയറി കേട്ടോ. അവിടെ പലതും ഞങ്ങൾ നോക്കി, പലതരം സ്പീക്കേഴ്സായിട്ടായിരുന്നു നോക്കിയിരുന്നത്, ബ്ലൂടൂത്ത് സ്പീക്കറായിട്ടും അങ്ങനെ പലതും നോക്കി. പക്ഷേ ഞങ്ങൾക്കൊന്നും അങ്ങ് സെറ്റായി. ബട്ട് പിള്ളേർ നല്ല എൻജോയ്മെൻറ്റ് മൂഡിലായിരുന്നു കേട്ടോ. അവരായിരുന്നു ഞങ്ങളെക്കാൾ ഉഷാറിൽ തിരഞ്ഞോട് നടന്നത്. തിരച്ചിലിൻ്റെ ഇടയിൽ ചില്ലറ അടിപിടി കേസുകളും ഉണ്ട്. അതും കോംപ്രമൈസ് ചെയ്യാൻ നടക്കണം. അതൊക്കെ പിന്നെ പറഞ്ഞതാണല്ലോ. അങ്ങനെ ഞങ്ങളുടെ കുറച്ച് സമയം അവിടെ നന്നായിട്ട് സ്പെൻഡ് ചെയ്തു കേട്ടോ. അത്യാവശ്യം വേണ്ടെങ്കിൽ കൂടി എല്ലാം ഒന്ന് അരിച്ചു പെറുക്കിയിട്ടും എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കിയിട്ടും, പിന്നെ പറയണ്ടല്ലോ, എല്ലാ ഷോപ്പിൽ കയറിയാലും ഉള്ള അതേ സെയിം അവസ്ഥ. അവിടെ നിന്ന് പിന്നെ ഒന്നും പിടിക്കാതെ ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഞങ്ങൾ കയറിയത് ഒരു ഫർണിച്ചർ ഷോപ്പിലായി. അവിടെ കയറിയിട്ട് ആദ്യം തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമായത് ആ സ്വിങ് ചെയറായിരുന്നു. ബട്ട് കാരണന്മാരായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, കുക്കിലൊതുങ്ങുന്നതേ കൊത്താവൂന്ന്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും തന്നെ ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല. അവരതെല്ലാം ഇമ്പോർട്ടഡ് ആണെന്നും അങ്ങനെ പലതും പറഞ്ഞു. ബട്ട് ഫൈനലി ഞങ്ങളിതാ ഈ ഒരു ഐറ്റത്തിലേക്ക് എത്തിച്ചേർന്നു. ഇത് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഐറ്റമായിരുന്നു. പിന്നെ അവർക്ക് ഇഷ്ടപ്പെടുമില്ല എന്ന് അവരോട് തന്നെ ചോദിച്ചാലല്ലേ അറിയുള്ളൂ. എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഞങ്ങൾ ഇങ്ങനെ എടുത്തു പോന്നു. ഞങ്ങളേക്കാൾ ഉഷാറ് പിള്ളേർക്ക് തന്നെയായിരുന്നു കേട്ടോ അതൊക്കെ കൊണ്ടുവരാൻ. അതൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തിരിച്ച്. അവൻ്റെ വീട് ഒരു ഇടക്കര ഒരു ഉൾപ്രദേശത്തേക്ക് കേട്ടോ പോകുന്നത്. നല്ല രസമാണ് അവിടെ പോകുന്ന വഴിയൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ പച്ചപ്പും ഹരിതാപിയും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലം, ഒരു ഉൾപ്രദേശം. ആൻഡ് ഫൈനലി ഞങ്ങളിതാ നമ്മുടെ വയനാടൻ വ്ലോഗറുടെ വീട്ടിലെത്തിച്ചേർന്നു കേട്ടോ. ഞങ്ങൾ എത്തിയ പാടെ തന്നെ അമ്മൂസായിരുന്നു ഞങ്ങളെ വരവേൽക്കാൻ വന്നത് തന്നെ. അമ്മൂസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് ഇതാണ് അവരുടെ സ്വപ്ന ഭവനം, അവരുടെ എല്ലാമായ വീട്. ഏതൊരു സാധാരണക്കാരൻ്റെയും സ്വപ്നം അതാണല്ലോ ഒരു വീട്. ആ ഒരു സ്വപ്നം ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ലല്ലോ, അല്ലേ? പിന്നെ അവിടെ എത്തിയതും ഞങ്ങളിതേ ഓരോ റൂമുകളായിട്ട് കയറി കണ്ടു. വീടാകെ ഒന്ന് ചുറ്റിയടിച്ച് കണ്ടു കേട്ടോ. അമ്മൂസാണെങ്കിൽ മക്കളെ കൊഞ്ചിക്കലും എല്ലാമായിട്ട് നടക്കുകയായിരുന്നു. എനിവേ സൂപ്പർ വീട് കേട്ടോ, പറയാൻ വാക്കുകളില്ല. അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അവർ പണി കഴിപ്പിച്ച ഒരു കുഞ്ഞു വീട്, അവരുടെ സ്വർഗം. ആൻഡ് ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ പ്ലേസ് ഇതാണ്. ആ ഒരു നെറ്റിപ്പട്ടൊക്കെ അവിടെ വരുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട് ആ വീടിന്. പിള്ളേരാണെങ്കിൽ വന്നപ്പോൾ തൊട്ട് താനൂട്ടിയുടെ വണ്ടിയിലും മറ്റുമായിട്ട് കുത്തിമറിഞ്ഞ് കളിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളുടെ കെട്ടിയന്മാരുടെ കാര്യം അതും പറയണ്ട. അവരിതേ നേരെ വന്ന് കയറിയത് അവരുടെ സ്റ്റുഡിയോയിലേക്കായിരുന്നു കേട്ടോ. നമ്മുടെ വയനാടിൻ്റെ സ്റ്റുഡിയോ ആണ് കേട്ടോ ഇത്. അവരുടെ യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. അവിടെ ഗെയിമിങ്ങും കാര്യങ്ങളും അതും ഉണ്ട്. കൂടാതെ അവരുടെ 2 യൂട്യൂബ് അക്കൗണ്ട്, അമ്മൂസിൻ്റെയും വയനാടൻ വ്ലോഗറിൻ്റെയും 2 യൂട്യൂബ് അക്കൗണ്ടിലെയും 2 സിൽവർ ബട്ടണും ഒരു ഗോൾഡൻ പ്ലേ ബട്ടണും അവിടെ കണ്ടു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിൽവർ പ്ലേ ബട്ടണും ഗോൾഡൻ പ്ലേ ബട്ടണും കാണുന്നത് കേട്ടോ. ഇതുവരെ ഞാനൊരു പ്ലേ ബട്ടണും കണ്ടിട്ടില്ലായിരുന്നു.
അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിക്കുമ്പോൾ താനിക്കുട്ടി ഇതേ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിനിടയിലാണ് നമ്മൾ കൊണ്ടുവന്ന ഗിഫ്റ്റിൻ്റെ കാര്യം മറന്നുവല്ലോ, അതെടുക്കാൻ പോയത് അവർ തന്നെയായിരുന്നു കേട്ടോ. അവർക്കത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി. അവർ പറയുകയും ചെയ്തു ഇങ്ങനെ ഒരു ഐറ്റം വാങ്ങി വെക്കണം എന്ന് വിചാരിച്ചതായിരുന്നു എന്ന്. അത് ഹാങ് ചെയ്യാൻ തക്കവണ്ണം കറക്റ്റ് പ്ലേസ് അതും അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉദ്ഘാടനം കഴിച്ചതും ഞങ്ങളുടെ പിള്ളേർ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് 2 പേരും അതിൽ മാറി ഇരുന്ന് നോക്കി. അത് കണ്ടപ്പോൾ ഞങ്ങൾക്കും സന്തോഷമായിട്ടോ. അവർ 2 പേരും ഇത്ര സന്തോഷത്തോടു കൂടി അത് സ്വീകരിച്ചപ്പോൾ ഒരാൾ കൊടുക്കുന്ന ഗിഫ്റ്റ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നത് കാണുമ്പോൾ അതിനുണ്ടല്ലോ ഒരു സന്തോഷം കിട്ടുന്നത്, നമുക്ക് കൊടുത്തവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ചുമ്മാ അവിടെ തേരാപ്പാര നടക്കണമല്ലോ, പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പരിപാടി വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരുടെ വീടിൻ്റെ ചെറിയ വീഡിയോസ് ഇങ്ങനെ എടുത്തു തുടങ്ങി കേട്ടോ. അതൊക്കെയാണ് ഈ കാണുന്നത്, കുഞ്ഞു വീഡിയോസ്, വെറുതെ നമുക്കൊരു രസം. അവിടെ പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ, ഫാമിലി ഫുൾ അവിടെ ഉണ്ടായിരുന്നു. അവരവിടെ താമസം തുടങ്ങിയതിന് ശേഷം ആരെയും അവിടെ നിന്ന് പോകാൻ അനുവദിച്ചില്ല എന്നാട്ടോ ചേച്ചി പറഞ്ഞത്. പിന്നെ ഈവനിങ് ആയപ്പോൾ അവരുടെ യൂട്യൂബ് ഗസ്റ്റുകൾ ഓരോരുത്തരായിട്ടും ഇങ്ങനെ വരാൻ തുടങ്ങി കേട്ടോ, ഫ്രണ്ട്സ്. അവർ വരുമ്പോഴും ഇതുപോലെ ഓരോ ഗിഫ്റ്റും ഒക്കെ ഉണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഗിഫ്റ്റ് ഇതാണ് കേട്ടോ. എന്തൊരു ക്യൂട്ടാണെന്ന് നോക്കിയേ. കല്യാണമെങ്കിൽ അതിനൊന്ന് കൈ കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ഇത് പിന്നെ നമ്മുടെ മല്ലു ഫാമിലി എല്ലാവരും നല്ല കമ്പനി കേട്ടോ, ജോളിയായിട്ട് എല്ലാവരും സംസാരിച്ച്. പിന്നെ അതൊക്കെ കഴിഞ്ഞതാ ജസ്റ്റ് പാട്ടും കൂത്തും ഡാൻസും ഒക്കെ ആയിട്ട് നൈറ്റ് അടിപൊളിയായിരുന്നു. പലരുടെയും വക പാട്ടുണ്ടായിരുന്നു, ഡാൻസ് ഉണ്ടായിരുന്നു. കല്യാണെങ്കിൽ ഫുൾ ഫോമിലായിരുന്നു, അവൾക്ക് ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. അവൾ പിന്നെ ആരുടെ കൂടെ കൂടുന്നതായിരുന്നുകൊണ്ടു എനിക്ക് പിന്നെ ഒന്നും പേടിക്കാറില്ല, ആരെ കൂടെ വേണമെങ്കിലും അവൾ ഓക്കെയാണ്. ആൻഡ് ഈ ആട്ടവും പാട്ടവും എല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് എത്താൻ ഒരു നേരമായി. പിന്നെ ഞങ്ങൾക്ക് പിന്നെ റൂമൊക്കെ അവർ തന്നെ ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ തന്നെ സെറ്റ് ചെയ്ത റൂമിലായിരുന്നു ഞങ്ങൾക്ക് സ്റ്റേ. കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അപ്പം ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ആവേണ്ടതെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഞങ്ങൾക്കുള്ള സെറ്റപ്പൊക്കെ ചെയ്തത് കേട്ടോ. ഇനി നാളെയാണ് നമ്മുടെ ഹൗസ് വാമിങ്. ബാക്കി വിശേഷങ്ങളുമായി നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ.